സോ ഇന്നലെ ഏകദേശം 11 മണിക്കാണ് സംഭവമുള്ളത്. ഇതിൽ ഒരു പ്രതി മുഹമ്മദ് റാഫിയാണ് പേരുള്ളത്. ഇയാൾ ഇങ്ങോട്ട് വന്നു. രണ്ട് ആളുകൾ ഇവിടെ ഇത് പ്രായമായിട്ടുള്ള രണ്ട് ആളുകൾ, അതിൻ്റെ ഒപ്പം ഒരു സ്ത്രീ, പിന്നെ ഒരു കുട്ടി, 4 പേർ മൊത്തം ഈ വീട്ടിൽ ആ സമയത്ത് ഉണ്ടായിരുന്നു. ഇയാൾ കത്തിക്കൊണ്ട് ആക്രമിച്ചു. നാസിർ പിന്നെ സൂറ ആണ് 2 ആളുകൾ ഇപ്പോൾ മരിച്ചു പോയിരിക്കുന്നത്. നാസിറിൻ്റെ ഒരു 68 വയസ്സാണ് ഏകദേശം ഉള്ളത്. സൂറ 56 years old അപ്രോക്സിമേറ്റ്ലി. പിന്നെ മുഹമ്മദ് ഇഷാൻ ഒരു 3 വയസ്സുള്ള ഒരു കുട്ടിക്കാണ് പരിക്കപ്പെട്ടിട്ടുള്ളത്. ഈ സംഭവത്തിന് ശേഷം ഇയാൾ ഓടിപ്പോയി. നമ്മുടെ പോലീസ് പാർട്ടി പിന്നെ കുറച്ച് ലോക്കൽസിൻ്റെ സഹായത്തോടെ ഏകദേശം 4 മണിക്ക് അപ്രോക്സിമേറ്റ്ലി ഇയാൾക്ക് ഞങ്ങൾ കണ്ടുപിടിക്കാൻ സാധിച്ചു. അപ്പോൾ ഇയാളുടെ കയ്യിൽ കുറച്ച് മുറിവ് കൂടി ഉണ്ടായിരുന്നു. ഒരു സൂസൈഡ് അറ്റംപ്റ്റ് പോലെയാണ് തോന്നുന്നത്. ഇയാൾ ഈ കുട്ടീൻ്റെ ഉപ്പാണ്. ഒരു ഫാമിലി പ്രശ്നമാണ് നമുക്ക് പ്രാഥമികമായിട്ട് അന്വേഷണത്തിൽ മനസ്സിലായത്. ഇപ്പോൾ ബോഡീൻ്റെ ഇൻക്വസ്റ്റാണ് നടക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോസ്റ്റ്മോർട്ടം ചെയ്യും. പ്രതി നമ്മുടെ കസ്റ്റഡിയിലുണ്ട്. പ്രതിൻ്റെ അറസ്റ്റിൻ്റെ കാര്യം, പിന്നെ റിമാൻഡിൻ്റെ കാര്യം, മറ്റ് സയൻറ്റിഫിക് അന്വേഷണത്തിൻ്റെ കാര്യം ഇപ്പോൾ പോലീസാണ് കണ്ടിന്യൂ ചെയ്തത്. കുറച്ച് കേസുകളുണ്ട്. NDPS അടക്കമുള്ള കേസുകളാണ് നമുക്ക് മനസ്സിലായത്. പക്ഷേ നമുക്ക് ഇപ്പോൾ സിസ്റ്റം നോക്കിയിട്ട് കറക്റ്റ് ഏത് കേസുകളാണ് നമുക്ക് കൺഫേം ചെയ്യേണ്ടതാണ്. ഇപ്പോൾ ഔട്ട് ഓഫ് ഡേഞ്ചർ ആണ് നമുക്ക് തോന്നുന്നത്. ഇത് നമുക്ക് മനസ്സിലായത്. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ്, പക്ഷേ ഔട്ട് ഓഫ് ഡേഞ്ചർ ആണ്. നമുക്ക് അങ്ങനെ ഒരു സംശയമാണ് ഉള്ളത്. പക്ഷേ ബ്ലഡ് സാമ്പിൾ എടുത്തിട്ട് അതിൻ്റെ സയൻറ്റിഫിക് പരിശോധന ചെയ്തിട്ട് ഉറപ്പായിട്ട് നമുക്ക് പറയാൻ പറ്റും. പക്ഷേ അയാളായിട്ട് സംസാരിക്കുമ്പോൾ ഒരു കുറച്ച് അങ്ങനെ ലക്ഷണമാണ് തോന്നുന്നത്. കറക്റ്റ് ഉറപ്പായിട്ട് ഇപ്പോൾ പറയാൻ പറ്റില്ല. സയൻറ്റിഫിക് ചെക്കിങ് ചെയ്തിട്ട് മാത്രമേ ഉറപ്പായിട്ട് പറയാൻ പറ്റൂ. കുടുംബം മുന്നേ പരാതിയായിട്ട് നൽകിയിരുന്നു. അത് ഒരു പ്രാഥമികമായിട്ട് നമുക്ക് മനസ്സിലായത് ഒരു കുറച്ച് ആയുധം ഇയാളുടെ കയ്യിലുണ്ടായിരുന്നു. പക്ഷേ ഈ പരിക്ക് നോക്കിയിട്ട് അതിൻ്റെ ഡോക്ടറായിട്ട് സംസാരിച്ചിട്ട് കൊറാബറേഷൻ ചെയ്തിട്ട് മാത്രമേ കൺഫേം ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. ഇന്നലെ രാത്രിയാണ് ഇങ്ങോട്ട് വന്നത് നമുക്ക് മനസ്സിലായത്. മുൻപ് കുടുംബം വല്ല പരാതികൾ നമുക്ക് നോക്കിയിട്ട് പറയാൻ പറ്റും. കാരണം ഇത് നമ്മുടെ ഇൻഫർമേഷൻ പ്രകാരം പൊന്നാനി കോടതിയിൽ ചിലപ്പോൾ ഈ കുട്ടീൻ്റെ പൊസഷൻ ബന്ധപ്പെട്ട ഒരു ഡിസ്പ്യൂട്ടാണ്. സെപ്പറേറ്റഡ് ആണ് താമസമുള്ളത്. സോ ഒരു ഫാമിലി ഇഷ്യൂ കൊണ്ടാണ് ഈ സംഭവിച്ചിരിക്കുന്നത്. താങ്ക് യു.